على الغيب بضنين وما هو بقول شيطان رجيم فأين تذهبون എൻ്റെ വിശുദ്ധരായ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അറിവുകൾ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പുണ്യ നബിക്ക് അറിയിച്ചു കൊടുത്ത സത്യസന്ധം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖയാണ് എൻ്റെ പ്രവാചകരുടെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങളുമായി അവതരിച്ചത്. ഇന്നേ വരെ മനുഷ്യൻ്റെ സർവമാന കണക്കുകൂട്ടലുകളെയും മറികടന്ന് ചിന്തകളെപ്പോലും കോരിത്തരിപ്പിച്ച് അത്ഭുതങ്ങളുടെ അത്ഭുതമായി നിലനിൽക്കുന്ന ഖുർആനിൻ്റെ വചനങ്ങളിലും ആശയങ്ങളിലും വരികളിലും അക്ഷരങ്ങളിലും കിടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞോ പഠിച്ചോ തീരാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത എന്ന് നബിതങ്ങൾ പറഞ്ഞ അജായിബുഹു ലാ തൻഖദി വിശുദ്ധമായ ഖുർആനും പുണ്യ നബിതങ്ങളുടെ വാക്കുകളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്രയാണ് സ്വാധീനിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ്. ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ് പുണ്യ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ. അവർക്ക് ചെല്ലണമെന്നില്ല, ചൊല്ലിക്കൊണ്ടിരിക്കുക. നബിതങ്ങളുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട ഏതൊക്കെ വാക്കുകളും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതൊരാത്മീയ ബന്ധമാണ്. മശായിഖന്മാരുമായി, ഉമ്മത്തിലെ ഔലിയാവുമായി, ഈ ഉമ്മത്തിലെ നമുക്ക് ഹിദായത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകളുമായി നമുക്ക് ആത്മീയ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധങ്ങളുടെ മുരടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം നിലനിൽക്കുന്നത് സ്വലാത്ത് ചൊല്ലുന്ന ഒരു പാലത്തിലൂടെയാണ്. ഖൽബിൽ നിന്ന് ഖൽബിലേക്ക്, റൂഹിൽ നിന്ന് റൂഹിലേക്ക് പണിയുന്ന സ്നേഹത്തിൻ്റെ പാലത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പിശുക്കൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവനാണ്. കാരണം അത്രമേൽ സൗഭാഗ്യം കിട്ടുന്ന ഒരു പണി എനിക്ക് വേണ്ടെന്ന് വെക്കുന്നവൻ എത്ര വലിയ നഷ്ടം സംഭവിച്ചവരാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരനുസരിക്കുന്നുവോ ഫഖദ് അതാഅ അല്ലാഹ്, അവർ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. വമൻ തവല്ല, ആർക്കെങ്കിലും തോന്നുകയാണ് വിശ്വാസം അത് എൻ്റെ സ്വാതന്ത്ര്യം, ഇസ്ലാം മതങ്ങളിൽ ഒരു മതം എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആരെങ്കിലും പുറംതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, നബിയെ അവരെ ആരെയും പിടിച്ചുകൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചിട്ടില്ല നബിയെ, വേണ്ടാത്തവർ പൊയ്ക്കോട്ടെ. വയഖൂലൂന ത്വാഅ, അങ്ങ് പറയുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നവർ പറയുന്നുണ്ട് നബിയെ. ഫഇദാ ബറസൂ മിൻ ഇൻദിക ബയ്യത ത്വാഇഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ്. എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങൾക്കും അതീതമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ എന്ന് ബോധ്യപ്പെട്ടു കഴിയുന്ന ആളുകൾ. ബയ്യത ത്വാഇഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ പരിശുദ്ധമായ ചുണ്ടുകളിലൂടെ വരുന്ന വാക്കുകളെ അനുസരിക്കാതെ അങ്ങ് പറയാത്തത് അങ്ങയുടെ മേൽ കെട്ടിവെക്കുകയും അങ്ങയുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നവർ നബിയെ അങ്ങയുടെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്നവരിലുണ്ട്. വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ, ആരാരും കാണാതെ ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് നബിയേ. ഫഅരിദു അൻഹും, അങ്ങ് മുഖം തിരിച്ചേക്കണം. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കൂ നബിയേ.
വകഫാ ബില്ലാഹി വകീല. ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അല്ലാഹു തന്നെയല്ലേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എൻ്റെ വചനങ്ങളായ ഖുർആനിനെ ആഴത്തിൽ എന്താണ് അവർ ചിന്തിക്കാത്തത്? തദബ്ബറ തഫഅല എന്ന വചനാണ്. അത് തകല്ലുഫുണ്ട്. അധ്വാനിച്ചുകൊണ്ടും സമയമെടുത്തുകൊണ്ടുമാണ് ഖുർആൻ പഠിക്കുക. ഒരു ഓട്ടപ്പാച്ചിൽ ഖുർആൻ കൊണ്ട് കഴിയില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ശുദ്ധ ഖുർആനിനെ ഇരുന്ന് ആഴത്തിൽ ചിന്തിച്ചെന്താണ് അവർ പഠിക്കാത്തത്? ഒരു പരിഭാഷ വായിച്ചു പോയാൽ അത് കിട്ടില്ല. ഒരു തഫ്സീർ മാത്രം നോക്കിയാലും കിട്ടൂല. അത് ഓരോ മുഫസ്സിറുകൾക്കും ചില ദൗഖുകളുണ്ട്. അങ്ങനെയാ പോവുക. അവർക്ക് ചില അഭിരുചികളുണ്ട്. ഇമാം റാസി തങ്ങൾക്ക് ഫൽസഫയായിരിക്കും, ഫിലോസഫിയാണ് കൂടുതൽ കാണുക. ഇബ്നു കസീർ തങ്ങളിൽ താരീഖ് വരും, ഹദീത്ത് വരും. ഇമാം തബരി തങ്ങൾ ഹദീത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും, ഖുർത്തുബി തങ്ങൾ അഹ്കാം കൊണ്ട് വ്യാഖ്യാനിക്കും. എന്നാൽ ചില ആളുകൾ ഖവാത്തിർ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കും. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് അല്ലാഹുവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അങ്ങനെ ഒരു ആഴമേറിയ പഠനം ഇൻഷാ അല്ലാഹ് നിഅമ ഫൗണ്ടേഷന്റെ ഈ സ്ഥാപനത്തിൽ ഇവിടെ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഭാരമേറിയ ഒരു പണിയാണ്. നമുക്ക് സാധ്യമല്ലെങ്കിൽ അത് ചെയ്യുന്നവരെ സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധ വചനങ്ങളായ ഖുർആൻ അല്ലാഹുവിൻ്റെ വാക്കുകളല്ലായിരുന്നുവെങ്കിൽ ആ ഖുർആനിൻ്റെ ഉള്ളിൽ എത്രയോ കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു, വൈരുദ്ധ്യങ്ങൾ. എന്നാൽ ഒരു വൈരുദ്ധ്യം പോലും വിശുദ്ധ വചനങ്ങളിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ മനുഷ്യർക്ക് ആകാശലോകവുമായി എത്തിപ്പിടിക്കാൻ എന്ത് വഴിയുണ്ടാകുമായിരുന്നു? ഭൂമി ലോകത്തുള്ള ആളുകൾക്ക് ആലമുൽ മലക്കൂത്തുമായി ബന്ധിക്കാൻ എന്ത് കയറാണ് പിന്നെയുള്ളത്? ഭൂമിയിലുള്ള ആളുകൾക്ക് ഉന്നതമായ ലോകങ്ങളിലെ മഹാത്മാക്കളുമായി സംവദിക്കാൻ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള മീഡിയ പിന്നെ? അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വചനം ചെറുതല്ല. ഇതിനോളം ഒരിക്കലും പ്രാധാന്യത്തിൽ കുറവുമല്ല വിശുദ്ധ ഹദീസുകൾ. അതും അല്ലാഹുവിൻ്റെ വഹയാണ്. ആ ഹദീസുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചു തരുന്നത്. നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണേ എന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? നിസ്കാരത്തിൻ്റെ സമയം ഏതൊക്കെയാണ്? റക്അത്തുകൾ എത്രയൊക്കെയാണ്? ഇത് പുണ്യ നബിയാണ് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിൽ കാണൂല. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യണമെന്ന് ഖുർആൻ പറയുമ്പോൾ തയമ്മിമിൻ്റെ രീതി ഏതാണ്? അത് ഖുർആനിൻ്റെ വ്യാഖ്യാനം ഹദീസിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ, സ്വഹീഹായ ഹദീസുകൾ, കൃത്യമായും പുണ്യനിബിതങ്ങളിൽ നിന്ന് നമുക്ക് വന്ന അറിവുകൾ, ഹബീബായ നിബിതങ്ങളിൽ നിന്ന് വരുന്ന ഹസനുകളും ദഈഫുകളുമായ ഹദീസുകളാണെങ്കിൽ പോലും തീർച്ചയായും ആ വചനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു ദഈഫ് പോലും എടുത്തു കളയാനുള്ളതല്ല. മൗളൂആയ ഹദീസുകൾ എടുത്തു കളയാനുള്ളതാണ്. എന്നാൽ ദഈഫുകൾ പോലും അങ്ങനെയല്ല. ആ ദഈഫുകളുടെ മഅന സ്വഹീഹായിരിക്കാം, അതിൻ്റെ മേൽ അമലുണ്ടായിരിക്കാം. എത്രയോ മഅനകളാൽ ഖുവ്വത്ത് ലഭിക്കുന്ന ഹദീസുകൾ പ്രത്യക്ഷത്തിൽ ദഈഫുകളായിരിക്കാം. പക്ഷേ പുണ്യനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ പറയുമ്പോൾ മദീനയുടെ പച്ചക്കുബ്ബ മനസ്സിലേക്ക് വരാറുണ്ടോ? പുണ്യനബിയുടെ ഹദീസുകൾ പറയുമ്പോൾ മണലാരണ്യത്തിലൂടെ നടന്ന ഹിജ്റ പോയ പുണ്യനബിയെ നമ്മൾ ഓർക്കാറുണ്ടോ? ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളുടെ ജംഅ ചെയ്ത ഹദീസുകളെ രേഖപ്പെടുത്തിയ സ്വഹാബിമാരുടെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി അൽ അൻസാരി തങ്ങളുടെ ത്യാഗം പോലെ, അബൂ ഹുറൈറ തങ്ങളുടെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളുടെ, ഇവരുടെയൊക്കെ അധ്വാനങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടോ? ഒരു ഹദീസ് കേൾക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ നൽകാറുണ്ടോ? മാലിക്കി മദ്ഹബിന്റെ മഹാനായ പണ്ഡിതൻ
മഹാനായ മാലിക് ഇബ്നു അനസ് അൽ മദനി റഹ്മഹുല്ലാഹ് മദീനക്കാരനായ, മദീനയിൽ വഫാത്താകാൻ ആഗ്രഹിക്കുകയും മദീന വിട്ട് മറ്റെവിടെയും പോകാതെ മദീനയിൽ തന്നെ വഫാത്തായ മാലിക്കി മദ്ഹബിന്റെ ഇമാമു ദാരിൽ ഹിജ്റ ലാ യുഫ്താ വ മാലികും ഫിൽ മദീന എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച മഹാനവറുകൾ, മഹാന്റെ ഹദീസിന്റെ റിവായത്തുകളിൽ കാണുന്ന വലിയൊരു പണ്ഡിതനുണ്ട്, സൂഫി വര്യനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് എപ്പോഴാണ് ഇമാം മാലിക് എന്നവർ രേഖപ്പെടുത്തിയത് എന്ന് മഹാൻ തന്നെ പറയുന്നുണ്ട്. എപ്പോഴാണ്? അയ്യൂബ് സഖ്തിയാനി ഞങ്ങൾ ഹദീസ് പറയുന്ന ആളാണ്, ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഹദീസ് പണ്ഡിതനായ ഇമാം മാലിക് എന്നവരുടെ ഹദീസ് സ്വീകരിക്കാനുള്ള ചില ക്രൈറ്റീരിയൻ മഹാനായ അയ്യൂബ് സഖ്തിയാനിയിലുണ്ടോ എന്ന് മഹാനായ മാലിക് തങ്ങൾ പരീക്ഷിച്ചത് ഇമാം മാലിക് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. രണ്ട് തവണ ഹജ്ജിന് വന്നത് ഞാൻ ഓർക്കുന്നു അയ്യൂബ് സഖ്തിയാനി. പാറയിലേക്ക് നോക്കിയിട്ട് കൂടെ വന്ന ആൾക്കാരോട് ഈ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല, എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. കൂടെ ഹജ്ജിന് വന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ ചില ആളുകൾക്ക് അള്ളാഹു അത് ചെയ്തു കൊടുക്കും, ഇന്ന് കാണണമെന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പാറകളാണല്ലോ, മക്കയും മദീനയൊക്കെ പാറമലകളാണ്. നമ്മൾ ഇതേപോലത്തെ പച്ചപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു പാറയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വേണ്ടേന്ന് ചോദിച്ചു. വേണം. ആ പാറയുടെ ഒരു ചെറിയൊരു ദ്വാരത്തിലേക്ക് വിരൽ വെച്ച് അല്ലാഹുമ്മ സ്ഖിന, പടച്ചവനെ ഞങ്ങൾക്ക് വെള്ളം വേണം. വിരലെടുത്ത് വെള്ളം അണപൊട്ടി കൂടെയുള്ള മുഴുവൻ ആളുകളും കുടിച്ചു, ഒതു കൊടുത്തു. പോരെ, വെള്ളം കിട്ടിയില്ലേ? ആ വിരലങ്ങോട്ട് വെച്ചു, അതങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കണവരെ ഇത് ലോകത്തോട് പറയാൻ പാടില്ല. അങ്ങനെ ഹറമൊക്കെ നടന്നു പോയ ആളാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. എന്താണ് കറാമത്ത് എന്നിങ്ങനെ ലൈവ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് മിണ്ടാൻ പാടില്ല എന്ന്. ഞാൻ മരിച്ചിട്ട് ഇങ്ങനെ വേണേൽ പറഞ്ഞുകൊണ്ടോ, മരിച്ചതിന് ശേഷം ലോകം ഇതറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ആ മഹാന്റെ ഹദീസ് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കാണിച്ച ശുഷ്കാന്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. മാലിക് എന്ന് പറഞ്ഞു, ഹജ്ജിന് വന്നപ്പോൾ